ചിരിയുണ്ട്, പാക്ക എന്താണ് ആസ്വദിക്കാവുന്ന നല്ല പാട്ട്, ഫൈറ്റ്, ഡാൻസ്, മേളം, ഒരു മേളാങ്കിക്കൽ പടം, ഫെസ്റ്റിവൽ ഫിലിമാണ്. ഫെസ്റ്റിവൽ പടം. എൻ്റെ മകനെ അഭിനയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമുക്കത് ചെയ്യാമായിരുന്നു. ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുള്ള ഒരു സംവിധായകരിൽ ഒരാളാണ് നാഷാഗ്. നാഷാഗിനോടൊപ്പം വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്. അമർ അക്ബർ അന്തോണീന്റെ രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ശരിക്കും ഉണ്ടോ? അതന്നെ ഞാൻ ചോദിക്കണേ. പിന്നെ നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സിനിമയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി കാണും. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റും, അത് വളരെ അഭിമാനത്തോടു കൂടി പറയാം, കോൺഫിഡൻ്റായിട്ട് പറയാം. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമ കഴിയാണ്ട് ഒരു പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. സിനിമ അവസാനിക്കുന്നവരെ എന്തായാലും പ്രേക്ഷകൻ ഇരിക്കും. അതിന് ഡോറിലല്ലോ, പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ ഞങ്ങൾ ഏർപ്പാട്. ചിരിപ്പിക്കാനായി നാദൃശ്യം ടീമും വീണ്ടും എത്തുന്നു. ഒപ്പം ചിരിയുടെ രാജാവായ റാഫിയുമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി വിശേഷങ്ങളുമായി അവർ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം സംഗീത സംവിധായകനായ ഹിഷാം അബ്ദുൾ വഹാമും. സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ആദ്യം നമുക്ക് സംവിധായകനിലോട്ട് തന്നെ പോവാം. എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിയത്? ഈ ഫസ്റ്റിൽ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലേ ചിരിപ്പിക്കുന്ന, അപ്പോൾ ഇത് ചിരിയുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് സ്ഥിരം ചെയ്യുന്ന ആദ്യം തൊട്ട് അവസാനം വരെ മാത്രം. ഇപ്പോൾ റാഫിക്കാടെ എൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിൽ പറയുകയാണ്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാര്യം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ജോണർ മാറിപ്പോകും. ഇതൊരു ഫുൾ ചിരി സിനിമയല്ല, ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറുള്ള സിനിമയാണ്. പക്ഷേ പക്ക എൻ്റർടൈനറാണ്. ചിരിയുണ്ട്, പക്ക എന്താണ് ആസ്വദിക്കാവുന്ന നല്ല പാട്ട്, ഫൈറ്റ്, ഡാൻസ്, മേളം, ഒരു മേളാങ്കിക്കൽ പടം, ഫെസ്റ്റിവൽ ഫിലിമാണ്. ഫെസ്റ്റിവൽ പടം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വെറും ചിരി മാത്രം കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പം റാഫിക്കയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മകനെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഈ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി പോലത്തെ വലിയ വലിയ താരങ്ങൾക്ക് വേണ്ടിയിട്ട് കോമഡി സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തെ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, തിരക്കഥ എഴുതുമ്പോൾ മകന് ചെയ്യുമ്പം എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ മകന് വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റാണ്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം അങ്ങനെ, അല്ലെങ്കിൽ മകന് വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണോ ഇത്? അല്ല, എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മകനെ അഭിനയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല അതിന്. അത് ഈ മുബിൻ തന്നെ ഒരുപാട് വർഷങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും ഇപ്പോൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നോക്കും. കാരണം അത്ര എപ്പോഴും അനുകൂല സാഹചര്യങ്ങളായിരിക്കില്ല. കാറ്റ്, മഴ, രാത്രി, പകല് ഒക്കെ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു മടുപ്പും കൂടാതെ ഒരുപാട് കാലം, ഇപ്പോൾ ഒരു 6 വർഷത്തിൽ കൂടുതലായി ഇതിൽ തന്നെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെ അവനൊരു അവസരം കൊടുക്കാനുള്ള സമയമായി, വേണമെങ്കിൽ കൊടുത്ത് നോക്കാം എന്ന് എനിക്ക് ധൈര്യം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം മകനെ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷനിലും അപ്പുറത്തായിരുന്നു മുബിൻ്റെ ഒരു പെർഫോമൻസ്? അത് ഇപ്പോൾ ആ കഥാപാത്രം അറിയിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക്. അതിൻ്റെ ഡയറക്ടറും ബാക്കി ക്രൂ ഒക്കെ പറഞ്ഞത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് മുബിൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എന്നെ വെച്ച് സംവിധാനം ചെയ്ത ഇക്കാന്റെ അടുത്ത് ഞാൻ വലിയൊരു നന്ദി പറയുന്നു. എങ്ങനെയാണ് ശരിക്കും മുബിൻ അപ്പൊ ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു അഭിനയമൊക്കെ? ഫസ്റ്റ് ഷോട്ട് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റാഫിക്കാടെ സ്ക്രിപ്റ്റ് അത് എൻ്റെ കൊതിയാണ്. റാഫിക്കാടെ മകൻ മുബീനെ അഭിനയിപ്പിച്ച് അത് കൊള്ളൂലെങ്കിൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ നമ്മൾ തന്നെ ഫസ്റ്റ് ഞാൻ പറയുന്നതിന് മുമ്പ് റാഫിക്ക് തന്നെ പറയും അത് നമുക്ക് മാറ്റി ചിന്തിക്കാമെന്ന് പറയും. കാരണം സിനിമയിൽ അങ്ങനെയുള്ള സെന്റിമെന്റ്സിന് ഫസ്റ്റ് ആരഭിനയിച്ചാലും, അതിപ്പോൾ അച്ഛനായാലും മോനായാലും ആരായാലും ആദ്യം ആ സിനിമക്ക് പറ്റുമോ എന്നുള്ളതാണ്. ആ സിനിമയിൽ അത് ചേർന്ന് പോകുന്ന ഘടകമാണെങ്കിൽ ഓക്കെ, അല്ലാത്തതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവര് കുറച്ച് ദിവസം വർക്ക് ചെയ്ത് നോക്കി. ആദ്യം ഞങ്ങളൊരു ടെസ്റ്റ് റൺ തന്നെ നടത്തി. ആദ്യത്തെ ഷെഡ്യൂൾ 5 ദിവസമല്ല വെച്ചത്, 5 ദിവസം ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തിയിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. എഡിറ്റ് ചെയ്ത് കണ്ടതിന് ശേഷമാണ് പിന്നെ അത് തുടർന്നത്. അപ്പൊ അതിനകത്ത് പാസ്സായി. പാസ്സാകുന്നല്ല,
ഇത് നമ്മൾ എന്താ പറയുക, ഒരു പണ്ട് സ്ഥിരം പറയുന്ന സാധനമാണ്, ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നു എന്ന് പറഞ്ഞ പോലെ പൂന്തോട്ടം ഇവനൊരു പൂന്തോട്ടം ഇല്ലെങ്കിലും പൂന്തോട്ടം ഇല്ലെങ്കിലും ഒരു കൊല പൂവെങ്കിലും ഇപ്പം മലയാളികളുടെ ഹൃദയം വഴി കയറിയിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ പറയുന്ന സമയത്ത് എന്താണ് ചേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത്? ആദർശിക്ക പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട്ട് വേണം. മറ്റേ പാട്ട് എന്ന് വെച്ചാൽ മുസ്ലിം പാട്ടുകളൊക്കെ മാപ്പിള പാട്ടുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്താണ് ആദ്യം വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പാട്ട് വേണം? എല്ലാ പാട്ടും മാപ്പിള പാട്ടല്ല ഈ പടത്തില്. ആദ്യം വന്നത് മാപ്പിള പാട്ടാണല്ലോ, ഒരു കല്യാണ ഫെസ്റ്റിവൽ സീസൺ പോലത്തെ. അപ്പൊ എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിയത്? ആക്ച്വലി ഈ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് നാഷാക്ക വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നീയാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് മൊമെന്റ് സത്യമാണോ? തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുള്ള ഒരു സംവിധായകരിൽ ഒരാളാണ് നാഷാഖ്. നാഷാഖിനോടൊപ്പം വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അമർ അക്ബർ ആന്റണി ആ ഫിലിം തൊട്ടേ ഞാൻ എന്താ പറയുക ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് നാഷാഖ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമേൻ്റെ കഥ പറഞ്ഞു, ഇതിൻ്റെ സോങ് സിറ്റുവേഷൻസ് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കണ്ടേ ഞാൻ ആകാശത്തൊരു ആ സോങ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വർക്ക് ചെയ്യാൻ. അപ്പോൾ അന്നോട്ട് തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇക്കാന് കറക്റ്റായിട്ട് അറിയാം എന്ത് ട്രാക്കാണ് വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാ കമ്പോസിങ് പ്രോസസ്സും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ ഒരു ദിവസം നമ്മളൊന്നിരിക്കും. ഞങ്ങള് പാട്ടുണ്ടാക്കാൻ, എൻ്റെ പാട്ടുണ്ടാക്കില്ല, എൻ്റെ പടങ്ങളിൽ എൻ്റെ പാട്ടുണ്ടാക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് അറിയോ? വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ജലീൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പയ്യുണ്ട് വണ്ടി ഓടിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഞാൻ ഓടിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന ദിവസം അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. എന്നിട്ട് സ്റ്റുഡിയോ എത്തുന്നതിന് മുമ്പ് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട്. ഇത്രയൊക്കെ സമയം എടുക്കാറുള്ളൂ സാധാരണഗതിയിൽ. ക്വിക്കായിട്ടാണ് പാട്ടുകളൊക്കെ വരുന്നത്. അങ്ങനെയല്ല, ഒരുപാട് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ തന്നെ വരുള്ളൂ. അല്ലാതെ ഞാൻ പേര് പറയുന്നില്ല, നമ്മള് ചില സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പാട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ പറയുന്നുണ്ട്, ഞാനും സംവിധായകനും ലിറിക് റൈറ്ററും കൂടി ഇരുന്നിട്ട് 1 മാസത്തോളം ഇരുന്നിട്ട് പാട്ട് വരുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഡയറക്ടറിന് മനസ്സിലാവുന്നില്ല, ഇല്ലെങ്കിൽ ലിറിക് റൈറ്ററിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും പാട്ട് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. ഈ ഒരു സന്ദർഭത്തില് 15 മിനിറ്റ് കൊണ്ടാണ് ഇപ്പൊ ഈ പാട്ട് ഈ കണ്ടേ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറിന് കോമഡിയാണ്. ഫസ്റ്റ് കമ്പോസിങ് സെഷൻ ആയിരുന്നു. അപ്പം നാർഷാഖ് തലേന്ന് വിളിച്ചിട്ട് പറയാണ്, എടാ നാളെ രാവിലെ നമുക്ക് കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, പടം തുടങ്ങുന്നത്, കമ്പോസിങ് നമുക്ക് തുടങ്ങണം. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി, ഇവര് വരുന്ന സമയത്ത് പാട്ട് വരണമല്ലോ. അപ്പൊ അങ്ങനെ 9 മണി ആയപ്പോ മിക്ക എത്തി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയോ, ഇവന്റെ മുമ്പിൽ കീബോർഡ് ഉണ്ട്. സാധാരണ രീതിയിൽ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യണത്. കീബോർഡ് നമ്മൾ സാധാരണ വന്നിരിക്കുന്ന സമയത്ത് കീബോർഡ് പെട്ടിയൊന്നും ഉണ്ടാകാറില്ല. ഇവന്റെ മുമ്പിൽ കീബോർഡ്, അത് തന്നെ ബോണസ്. ബാക്കി പറഞ്ഞു എന്നിട്ട് മൈക്ക് ഓണാക്കി ശ്രുതി ഇടാൻ പറഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞ് പതുക്കെ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ ഹാലിലായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് മൂളാൻ തുടങ്ങി. മലബാർ ഭാഷയൊക്കെ അല്ല, ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് സോങ് ഒരു കവാലി മാപ്പിളപ്പാട്ടായതുകൊണ്ട് അതിൽ നിന്നാണ് നമ്മള് അപ്പം കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്, പെണ്ണേ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന്, പിന്നെ ചെറുമുന്തിരി പോലൊരു ചോന്നു തുടുത്തൊന്ന്, കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ്. ഇങ്ങനെയായിരുന്നു 2 വരി നമ്മള് കമ്പോസ് ചെയ്തത്. പിന്നെ അവിടെ നിന്നാണ് ചരണമൊക്കെ വന്നപ്പോ പെട്ടെന്ന് മിസ്രിയിലെ രാജൻ അത് യാദൃശികമായിട്ട് വന്നതാ. അല്ല, ഞാൻ അത് കണക്ട് ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാന്ന് പറയുക, നമ്മള് സ്റ്റേജ് സിംഗേഴ്സ് അല്ലേ, നമുക്ക് ഈ ഓഡിയൻസിന് പ്രിയപ്പെട്ട കുറേ ഗാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഈ ഇത്രയും വർഷങ്ങളായിട്ടും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഈ ദർജപ്പൂമോളയും മിസ്രിയിലൊക്കെ. അത് പക്ഷേ ഈ നമ്മളുടെ ഇതിൻ്റെ പാട്ടുമായിട്ട് മെർജ് ചെയ്ത് അത് മുഴച്ചൊക്കെയല്ല, അതായിട്ട് മെർജ് ചെയ്ത് പോകുമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ പാട്ടുകളുടെ വരികൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഈ 2 പാട്ട് കണക്ട് ചെയ്തു. 2 പാട്ട് കണക്ട് ചെയ്ത് ഇതിന്റെ ഫൈനൽ ഔട്ട് എടുക്കുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ നീ അതിന്റെ ലാസ്റ്റ് ടൈം മിസിറിയിൽ കഴിഞ്ഞിട്ടേ
കണ്ടാൽ കൊതിക്കുണ്ട് അതും കൂടി ആഡ് ചെയ്തു. ഞാൻ ഫൈനൽ മിക്സ് ഔട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഇക്കാനെ വിളിച്ചിട്ട് അതില് എൻട്രി ഒക്കെ ഉണ്ട്, രണ്ടുപേരുടെ എൻട്രി, റാഫിക്കയുടെ ഡാൻസ്, മോന്റെ കൂടെയുള്ള ഡാൻസ്. അത് പാട്ട് പാടുന്നത് അത് ഷൂട്ട് ചെയ്ത സമയത്ത്, പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്ത് പാട്ട് ഔട്ട് എടുക്കുന്നതിന് മുമ്പാണ്, അതിന്റെ തലേ ദിവസമാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കണ്ടാൽ കൊതി ആ സാധനം ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഒറ്റ കേസ് പറഞ്ഞോളൂ, ഇവനാണ് ട്രാക്ക് പാടി അയച്ചത്. എൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ പിള്ളേരെ കേൾപ്പിച്ചിട്ട് പറഞ്ഞു, യൂത്ത് ആണല്ലോ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഒറ്റ കാര്യമുണ്ട് കേട്ടോ, ഹിഷാമിക്കാനെ കൊണ്ട് തന്നെ പാടിച്ചതട്ടെ, വേറെ ആരും പാടരുത്. പിള്ളേരെ പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ കയറി പാടുന്നുള്ള പേടിയാണ്. മക്കളെ ഞാൻ പാടില്ല, അത് അതെ, അതുകൊണ്ട് അവർക്ക് ഒരു പേടി. ഞാനെങ്ങനെ കയറി പാടി, കാരണം എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമല്ല. അതായിരിക്കില്ല, കാരണം ആ വോയിസ് ഭയങ്കര രസമാണ്. ഈഷാം അതിൽ 2 ശബ്ദത്തിലാണ് പാടിയിരിക്കുന്നത് അല്ലേ? ഇഷാമിന്റെ വോയിസിലും മുബുവിന് വേണ്ടി പാടിയിരിക്കുന്നത് ഒരു വോയിസിലാണ്, ഇഷാമിന് വേണ്ടി തന്നെ പാടിയിട്ടുള്ളത്. കണ്ടാൽ കൊതി കൊണ്ട് ആ പോർഷൻ വരുമ്പോൾ കുറച്ചും കൂടെ എനർജി വേറെ ഒരു ടൈപ്പിലാണ് പാടിയിട്ടുള്ളത്. എത്ര പാട്ടുകൾ ഉണ്ട് ശരിക്കും സിനിമയില്? 5 പാട്ടുകളാണുള്ളത്. അപ്പൊ ഇതില് സമദുക്കയും പാടിയിട്ടുണ്ട്. സമദുക്ക ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നാർഷാ ഖാന്റെ ബ്രദർ. സമദുക്ക ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വോയിസ് ആണ് സമദുക്കാന്റെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടില് ജനങ്ങൾക്ക് ഒരു ഹിന്ദി സോങ് ആണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് സമദുക്ക പാടിയിട്ടുണ്ട്. പിന്നെ വിധുച്ചേട്ടൻ, വിധുപ്രതാപേട്ടൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വിധുച്ചേട്ടന്റെ വോയിസ്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള. അപ്പം വിധുച്ചേട്ടൻ്റെ ഒരു ഫുൾ ലെങ്ത് സോങ് ഈ ഫിലിമിലുണ്ട്. പിന്നെ സിത്താര പാടിയിട്ടുണ്ട്. പിന്നെ നാർഷാക്ക തന്നെ കമ്പോസ് ചെയ്തൊരു ട്രാക്ക് ഉണ്ട് ഇതിൽ, അത് പാടിയിട്ടുള്ള ഹരിശങ്കറും ഡനാറസിക്കും. പിന്നെ ഞാനും നാർഷാക്കയും പാടി മാപ്പിളപ്പാട്ടിൽ മുഹമ്മദ് അനസ് എന്ന് പറഞ്ഞൊരു സിംഗറും കൂടെ പാടിയിട്ടുണ്ട്. ഇത്രയും പേരാണ് ഇതില് ഫുൾ പാട്ടിന്റെ. ഒരു പാട്ട് തന്നെ പെട്ടെന്നാണ് കേറി ഒരു പാട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ലിറിക്സ് അതിന്റെ പ്രധാന ഘടകമാണ്. ഹരിനാരായണൻ, VK ഹരിനാരായണൻ, പിന്നെ സുഹേൽ കോയ, പിന്നെ ഷഹീറ നസീർ, പിന്നെ ഒരു ഹിന്ദി കുൻവർ ജുനേജ, അത് നീ പറഞ്ഞ പേര് കുൻവർ ജുനേജ. എനിക്കത് വരില്ല. പുള്ളി ഒരു സീനിയർ ഹിന്ദി ലിറിസിസ്റ്റ് ആണ്. പുള്ളിയാണ് ഇതിലൊരു ഹിന്ദി സോങ് ഉണ്ട്, ഒരു ഹിന്ദി. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് സിനിമ കാണുന്ന സമയത്ത് സോങ് മാത്രമായിട്ട് ഒരിക്കലും പുറത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ഈ സിനിമയിൽ. സിനിമ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ സോങ്ങും ആ സ്ക്രീൻ പ്ലേന്റെ ഒരു പ്രോസസ്സാണ്. അതാണ് ഈ സിനിമയിലൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതൊരു തീർച്ചയായിട്ടും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ നാദിർഷ് ഖാന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പേരുകൾക്കൊക്കെ ഭയങ്കര നീളമാണ്. അമർ അക്ബർ അന്തോണി, അതുപോലെ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ. അപ്പൊ ഇപ്പൊ ഇതാണെങ്കിലും ഭയങ്കര പേര് ലെങ്ത് ഉള്ള സിനിമ. ഈ പേര് ലെങ്ത് ഉള്ള സിനിമകളോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിടുമ്പോ എന്താ അതിലുള്ള ഒരു കൗതുകം? അതൊന്നുമല്ല, അത് ആളുകൾ പെട്ടെന്ന് അങ്ങനെയല്ല. പണ്ട് തൊട്ട് എന്റെ അടുത്ത് ആൾക്കാർ പറയാണ്ട് നാദർഷക്ക് ലെങ്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് ടോട്ടലി. ഞാനത് സിനിമകളിലൂടെ തീർക്കുകയാണ്. സ്വന്തമായിട്ട് ട്രോളാൻ തീരുമാനിച്ചേക്കാണോ അല്ലേ? കാണുമ്പോ പടത്തിലൊക്കെ കാണുമ്പോ നല്ല പൊക്കമാണല്ലോ, പക്ഷെ നേരിട്ട് കാണുമ്പോ ഷോട്ട്. അപ്പൊ പടത്തിന്റെ ടൈറ്റിലെങ്കിലും ഒരു ലെങ്ത് കിടക്കട്ടെ വിചാരിച്ചു. ഇപ്പം മറ്റ് റീസെന്റ് വന്ന 2 പടങ്ങൾ OTT റിലീസ് ആയിരുന്നു. അപ്പൊ ഈ സിനിമ തിയേറ്ററിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇതുണ്ട്, എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ എന്താണ് ആൾക്കാരോട് പറയാനുള്ളത്? എനിക്ക് ഒരു ദൈവാനുഗ്രഹമുള്ള സംവിധായകരിൽ ഒരാളാണ് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ അമർ അക്ബർ അന്തോണി തൊട്ട് ബാക്കി ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് മേരാന ഷാജി എന്ന് പറയുന്ന സിനിമയാണ്. അതുപോലും പക്ഷെ ലാഭം എടുത്തു. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് നമ്മുടെ B രാകേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാം, അദ്ദേഹത്തിനും പ്രോഫിറ്റ് കിട്ടിയ സിനിമയാണ്. ഇപ്പോൾ ദിലീപിൻ്റെ കേശു വീടിൻ്റെ നാഥൻ പലരും ഈ പറയുന്ന OTT റിലീസാണെങ്കിൽ പോലും അവർക്ക് അറിയില്ല അതിൻ്റെ കച്ചവടം. ദിലീപിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ബിസിനസ് നടന്നിരിക്കുന്ന സിനിമയാണ് അത്. നമ്മുടെ OTT പ്ലസ് സാറ്റലൈറ്റ് പോയത് 30 കോടി രൂപയ്ക്കാണ് അന്ന് കോവിഡ് സമയത്ത്. അതിന്റെ ടാക്സ് ഒക്കെ ഞങ്ങൾ അടച്ചതിന്റെ പേരിലാണ് ധൈര്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടോ. എല്ലാത്തിനും കണക്കുകളുണ്ട്. അതെ, കണക്കൊക്കെ കറക്റ്റായിട്ട് അടച്ചതിന്റെ പേരിൽ. അപ്പോൾ അതിന്റെ GST ഉൾപ്പെടെ 37 കോടി രൂപയുടെ ബിസിനസ്സാണ് ആ പടം നടന്നത്. പിന്നെ ഈശോയും 10-14 കോടി രൂപയുടെ ബിസിനസ് നടന്നു. അപ്പോൾ 4.5 കോടി രൂപയാണ് ആ പടത്തിന്റെ കോസ്റ്റ്. അപ്പോൾ ചെയ്ത സിനിമകൾ ഇതുവരെയുള്ള ദൈവാനുഗ്രഹിച്ച് ചെയ്ത സിനിമകൾക്ക് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും ഒരു അഭിമാനം, ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെയാണ് ഇനിയുള്ള സിനിമകൾ ചെയ്യുമ്പോഴും അത്
സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ജോലി, ആ ജോലിയോടുള്ള ആത്മാർത്ഥത നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ അത് ബാക്കി താൻ പാതി ദൈവം പാതി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബാക്കി ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ജോലിയുടെ പ്രൊഡ്യൂസറുടെ ഇത് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കലന്തൂർ ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു വലിയ കടപ്പാടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയ ബഡ്ജറ്റ് പടമല്ല, ഇത് കുറച്ചധികം മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ആദ്യം അർജുൻ പോലും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പുതുമുഖ നായകൻ മാത്രമായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം തയ്യാറായി, ആ റിസ്ക് എടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നീടാണ് അതിൻ്റെ അകത്തൊരു നല്ല റോള് വന്നപ്പോൾ അർജുനോട് പറഞ്ഞു. അപ്പോൾ അർജുൻ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം അതും ഒരു ഈക്വൽ ടു ഹീറോ റോളാണ്. ഇപ്പോൾ അത് സിനിമയിൽ പോലീസ് വേഷത്തിലാണ്, പോലീസ് വേഷമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ റോള്. പിന്നെ കുറേ താരങ്ങൾ വന്നു. പക്ഷെ ആദ്യം പറയുമ്പോൾ ഈ താരങ്ങളൊന്നും ഇല്ലാതെ ഒരു പുതുമുഖ നായകനെ വെച്ചിട്ട് അന്ന് പുതിയ നായിക അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമയ്ക്ക്, ഇത്രയും ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ പടങ്ങൾക്ക് കിട്ടിയ പോലെ ഒരു പ്രോഫിറ്റ് ഇതിനും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാര്യം എന്താ വെച്ചാൽ എന്നാലേ വീണ്ടും പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമകൾ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുള്ളൂ. അപ്പോൾ പുതിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അവസരം കൊടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ പാടാണ്. അവരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല, കാരണം നല്ല മുതൽ മുടക്കുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഈ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമ പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ അവർ തയ്യാറാവും. അതിനോട് കൂടുതൽ ചെറുപ്പക്കാർക്ക് വീണ്ടും വരാൻ പറ്റും. ഈ ജോലിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു ഇതിലിപ്പം നാദൃഷിക്കാനെ നോക്കുകയാണെങ്കിൽ പാട്ട്, കോമഡി, ആക്ടിങ്, സംവിധാനം എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്ത്, അല്ലെങ്കിൽ ഏതിനോടാണ് കൂടുതൽ ഒരു ഇത് തോന്നിയിട്ടുള്ളത്, ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? ഏത് പണിക്കാണ് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പണിയും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പം ചെയ്ത ജോലികളിൽ ഏറ്റവും, ഞാൻ പണ്ട് കാർബോണ്ട യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു 10 വർഷം ജോലി ചെയ്ത്. 18 വയസ്സിൽ എനിക്ക് 16 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി ഫാദറിൻ്റെ. അതുതൊട്ട് 28 വയസ്സ് വരെ അവിടെ ജോലി ചെയ്ത്. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ജോലി എന്ന് പറയുന്നത് 16 പൗണ്ടിൻ്റെ ഹാമർ എടുത്തിട്ട് മറ്റേ പാറ അടിച്ചു പൊട്ടിക്കലായിരുന്നു. അതാണ് ഞാൻ നോക്കിയിട്ട്, അതിനേക്കാളൊക്കെ എത്ര എളുപ്പമാണ് പാട്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ചെറിയ. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ഒരാള്, അതാണ് ഉറപ്പായിട്ട്. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്ന് അഭിമാനത്തോടെ പറയാം. അല്ല, വേറൊരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഞാൻ സെന്റ് പോൾസ് കോളേജിൽ ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പകല് കോളേജിൽ പോകണം, രാത്രിയിലാണ് ഞങ്ങൾ ഈ കമ്പനി പോക്ക്. രാത്രിയിൽ 4 മണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഷിഫ്റ്റ്, 12 മണി, 4 മണി തൊട്ട് 12 മണി വരെയും, 12 തൊട്ട് രാവിലെ 8 മണി വരെയും. അപ്പോൾ 2 ഷിഫ്റ്റ് നോക്കാം. ഈ 2 ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫ്രീ കിട്ടും. അപ്പോൾ പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോവാം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഒരു 10-18 വയസ്സ് തൊട്ട് 20-30 വയസ്സ് വരെ നേരെ ഉറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴെങ്കിലും നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ സിനിമകൾ കാര്യങ്ങളും ഓരോ കലാരൂപങ്ങൾ ചെയ്യുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് പെട്ടെന്ന് കയറി എടുത്തടിച്ച പോലെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് വന്ന കുറേ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ അങ്ങനെ ഓവറായി പോകും, ഇമോഷണൽ ആയി പോകും. പിന്നെ ഉറപ്പായിട്ട് ഇപ്പം റാഫിക്കാണെങ്കിൽ സംവിധാനത്തിൽ നിന്നും തിരക്കഥാകൃത്തിൽ നിന്നൊക്കെ പെട്ടെന്നാണ് നടനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പം എപ്പോഴാണ് തോന്നിയത് ഇനി എനിക്ക് കുറച്ചൊന്ന് അഭിനയിക്കണം? അഭിനയമോഹം ഉള്ളിൽ വന്നത് എപ്പോഴായിരുന്നു? മോഹം വന്നില്ല, അങ്ങനെയല്ല, ഒരു ഗസ്റ്റ് റോൾ ഉണ്ടായിരുന്നു മറ്റേ സിനിമയില്, പുതുക്കോട്ടയിലെ പുതുമട. ഒരു വഴിപോക്കരാ. അതിലെന്താന്ന് വെച്ചാല് ഒരുപാട് രാത്രിയായി. ആരെങ്കിലും അപ്പൊ നമ്മളുടെ യൂണിറ്റില് മൊത്തത്തില് അഭിനയിക്കാൻ ആഗ്രഹമുള്ളതും കഴിവുള്ളവരായിട്ടുള്ള ഒരുവിധം പേരും ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ആരുമില്ല. അപ്പൊ ജയറാം അവിടെ നിൽക്കുമ്പോ അപ്പൊ തീരുമാനിച്ചാണ് വെറുതെ ഈ ടൈം ആയിട്ട് പകലും രാത്രിയും ഒരാളോട് തന്നെ സമയം ചോദിക്കുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത്ര നേരം വെയിറ്റ് ചെയ്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മറ്റേ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു വലിയ ജുബയും മുണ്ടോ കൊടുത്താൽ നിൽക്കണം. ഞാൻ അത് ആ പുള്ളിയുടെ വാങ്ങിച്ചെടുത്തിട്ടിട്ട് വെറുതെ ഞങ്ങൾ അങ്ങോട്ടും പോയി അങ്ങനെ അഭിനയിച്ചതേ ഉള്ളൂ.
അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ല, നല്ല കോമഡി ഉണ്ട് അതില്. 2 ഡയലോഗ് രണ്ട് ഡയലോഗല്ലേ രണ്ടേ ഉള്ളൂ. സമയം അങ്ങോട്ട് പോകുമ്പോഴും അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴുണ്ട്. എന്തായിരുന്നു ചാവാറായി എന്ന് പറയുന്ന, ആ, താൻ ചാവാൻ പോവാണോ എന്നൊക്കെ അത് ചോദിച്ചു. എത്ര കൊല്ലമായി? കൊറേ കൊല്ലായി. 95 ആ. 28 കൊല്ലമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ റിംഗ് മാസ്റ്ററിലാണ് പിന്നെ ഞാൻ അഭിനയിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ അഭിനയിക്കാൻ പറഞ്ഞായിരുന്നു, ആ. ജയരാജ്. തിളക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളാണ് അതിൻ്റെ തിളക്കത്തിൻ്റെ സ്ക്രീൻ പ്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ ഇപ്പം ഇല്ല സിനിമയിൽ. അതിലൊരു വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ 2-3 പേരെ അപ്രോച്ച് ചെയ്തു. നമ്മൾ സിദ്ദിഖ് ലാൽ ലാലേട്ടനായിരുന്നു നമ്മളെ മനസ്സിൽ. അപ്പോൾ ലാലേട്ടൻ ആ സമയത്ത് അമേരിക്ക പോവാ പ്രോഗ്രാമിന്. ലാലേട്ടനില്ല. അവിടെ ഡയറക്ടർ രഞ്ജിത്തിനെ ഞങ്ങൾ 2 പേരും കൂടി പോയി. അവിടെ ഉണ്ടായിരുന്നു, ഏതൊരു പടം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. ഞങ്ങൾ 2 പേരും കൂടി പോയിട്ട് ചോദിച്ചു, ഈ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചു പുള്ളി. അത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയരാജനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ സമാധാനം പോയി, അതുകൊണ്ട് ഞാനില്ല, അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഒഴിഞ്ഞു. അപ്പോൾ ജയരാജ് എൻ്റെ അടുത്ത് ചോദിച്ചു, റാഫി ചെയ്യുന്നോ ഈ റോള് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായില്ല ആ സമയത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അങ്ങനത്തെ റോള് ചെയ്യണം ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ക്യാരക്ടർ തന്നെ പിന്നീട് വർക്ക് ചെയ്ത് വന്നപ്പോൾ അത് ഉണ്ടായില്ല. ഈ റിംഗ് മാസ്റ്ററിലാണ് പിന്നെ അഭിനയിക്കുന്നത്. അത് മകരൻ ദേശ്പാണ്ഡെ ചെയ്യേണ്ട റോളാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റാതെ, ആ സമയത്ത് വരാൻ പറ്റാതെ ആയപ്പോൾ, വേറെ ആരെയും കിട്ടാതെ ആയപ്പോൾ ഒരു ട്രയൽ നോക്കിയത് ഇവരെല്ലാവരും കൂടി പറഞ്ഞിട്ട്. അങ്ങനെ സംഭവിച്ചു പോയതാ, അല്ലാതെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് സംഭവിച്ചു പോയതുകൊണ്ട് നല്ലൊരു നടനെ നമുക്ക് കാണാൻ പറ്റി, ഉള്ളിൽ ഒളിപ്പിച്ച നടൻ. അതെ, പുറത്തു വന്നു. പുറത്തു വന്നു. ഈ സിനിമയിലും മകന്റെ കൂടെ വേഷം ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെ മകന്റെ കൂടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടുകാർക്കൊക്കെ ഉള്ള ഒരു സന്തോഷം, ഉപ്പയും മകനും ആദ്യ സിനിമയിൽ തന്നെ ഉപ്പേന്റെ കൂടെ ചെയ്യാൻ അവിടെ പറ്റാന്നൊക്കെ സന്തോഷമൊന്നുമില്ല. വൈഫൊക്കെ ചോദിച്ചത് വേണമായിരുന്നു. ആ ചെറുക്കം മര്യാദക്ക് അവനൊരു പടം കേട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ലായിരുന്നു അതില്. ഈ നാദർഷയൊക്കെ കൂടി, നാദർഷയുടെ അസോസിയേറ്റ് ഡയറക്ടർ ദീപക്കും ഒക്കെ കൂടി, ദീപക്കുണ്ട് മറ്റേ സൈലക്സും എല്ലാവരും കൂടി പറഞ്ഞിട്ട് അത് ഒക്കെ ചെയ്താൽ മതി. പറഞ്ഞു വേണ്ട, അത് എല്ലാം കൂടി വേണ്ട, അതൊക്കെ പറഞ്ഞിട്ട് മാറിയതാ. പക്ഷെ ഇവര് നിർബന്ധിച്ച് ചെയ്താന്ന് പറഞ്ഞു. ആരുമില്ല റോള് ചെയ്യാൻ, ചേട്ടൻ തന്നെ ചെയ്യണം, ചെയ്താലേ ശരിയാവുള്ളൂ. ഈ റാഫിക്ക് സ്ക്രിപ്റ്റ് പറയുമ്പോൾ, സ്ക്രിപ്റ്റ് നമ്മളടുത്ത് കഥ പറയുമല്ലോ, കഥ പറയുന്ന സമയത്ത് ഈ ഇതിനകത്തൊരു ഉസ്താദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഉസ്താദിൻ്റെ ചില കാര്യങ്ങൾ, ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ റാഫിക്ക് നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ പറയുന്നത്. എന്തിനായിരുന്നില്ല വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാരക്ടറിൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗ് അത് പറയുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് അറിയാം ആ മീറ്റർ. അതാണ് നമ്മുടെ ഒരു ട്രിക്ക്. ഈ കഥ പറയുമ്പോ തന്നെ നമ്മൾ അഭിനയിച്ച് കാണിക്കും, വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി. അപ്പൊ അവര് തീരുമാനിക്കും, കൊള്ളാലോ. അല്ല കേട്ടോ, അത് എല്ലാ പടങ്ങളും ഞാൻ എങ്ങനെ, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ല അങ്ങനെ പറയല്ല. ഞാൻ ഇതുവരെ ചെയ്ത റോളുകൾ വളരെ അപൂർവം സിനിമകളിൽ മാത്രം, അത് വേറെ ആളുകൾ ചെയ്ത റോളുകൾ എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അങ്ങനെ റോള് ചെയ്യാന്ന് വെച്ച് പോയേക്കണം. മറ്റതെല്ലാം ഇങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് ഇതുവരെയുള്ള. ഇപ്പോൾ റിംഗ് മാസ്റ്റർ ആയാലും 2 കൺട്രീസ് ആയാലും എല്ലാം. 2 കൺട്രീസിലും വേറൊരു ആക്ടറായിരുന്നു, അദ്ദേഹം അന്ന് അമേരിക്കയിലായിരുന്നു. അദ്ദേഹം കാനഡയിൽ വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഒരാളെ ഇവിടുന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, പുതിയ വിസ അടിക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഷാഫി പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിക്കാൻ അതിൽ നന്നായിരുന്നില്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളല്ലേ, അത് ഞാൻ ചെയ്തൊക്കെ ശരിയാവണം, അതില്ല നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ മറ്റേ ഡയലോഗ് ചോദിച്ചു, പരിധിയില്ല, നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും വരുത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ പക്ഷെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോഴേ, ഇതില് റാഫി ചേട്ടൻ തന്നെ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് അനുഗ്രഹമാണ്. പിന്നീട് അത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു വലിയ റോള് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ സന്തോഷം തോന്നാറുണ്ട്. ഇവര് രണ്ടുപേരും അൺഎക്സ്പെക്ടഡ് ആയിട്ട് അഭിനയത്തിലേക്ക് വന്നതാ. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നടനെ എപ്പോഴെങ്കിലും പുറത്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ആക്ച്വലി വളരെ നന്നായി സ്റ്റുഡിയോന്റെ ഉള്ളിൽ അഭിനയിക്കാറുണ്ട്. എപ്പോഴാണ് പുറത്തൊരു സ്ക്രീനിൽ അത് കാണാൻ പറ്റുക? അത് സംഗീതത്തിലൂടെ എക്സ്പ്രഷൻ നോക്കണ ഇഷ്ടമാണ്. ഇപ്പൊ ഇഷാം ഒരു സാധനം ചെയ്തു, ഒരു റീല് റീ റെക്കോർഡിങ് ചെയ്തു, അത് എല്ലാവരും കൂടി ഇന്ന് കാണുകയാണെങ്കിൽ ഇഷാം അവർ നമ്മളെ കൂടെ ഇരിക്കില്ല,
എല്ലാവരും ഫേസ് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുക, എക്സ്പ്രഷൻസ് വാച്ച് ചെയ്തോണ്ടിരിക്കുക. അതാണ് എനിക്കാണെങ്കിൽ എക്സ്പ്രഷൻ ഇടാതെ അറിയാൻ പാടില്ലാത്ത കാരണം ഇവന് പിടി കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലത്തും സ്വന്തം ട്രോള് കളക്ഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കട്ടെ. അല്ല, നേരത്തെ പറഞ്ഞു സിനിമ കുറച്ച് സീരിയസ് ആണ്, അപ്പൊ എവിടെയെങ്കിലും കോമഡി അല്ല, എനിക്കൊരു തമാശ ഈ ഫസ്റ്റ് റീല് കാണാൻ വരുന്ന സമയം ആദ്യമായിട്ടാണ് റാഫി സാറിന് ആവശ്യം. എനിക്കത് ഭയങ്കര ടെൻഷൻ ഉള്ള ദിവസമായിരുന്നു. കാരണം ഇവർ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് സീനിയർ മ്യൂസിക് കമ്പോസേഴ്സിനോട് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫസ്റ്റ് റീൽ ഇവർ ഇരിക്കുമ്പോൾ ഞാൻ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം റാഫി സാർ ഇങ്ങനെ അത് കാണുന്നുണ്ട്. നാർഷാ ഖാന്റെ ഫേസിൽ എക്സ്പ്രഷൻ ഒന്നുമില്ല. അപ്പൊ കുറച്ച് പകുതിയൊക്കെ എത്തുമ്പോ ഇക്ക ഇങ്ങനെ കുറെ നേരം ആലോചിക്കുന്നുണ്ട് എന്തൊക്കെയാ. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്തായിരിക്കും റീല് തീരുന്നതിന് തൊട്ട് മുമ്പ് 1-2 ഫോൺ കോൾ എന്തൊക്കെയാ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായിരിക്കും. ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഡയലോഗ് ഇറങ്ങി, കൊള്ളാടാ അടിപൊളി പറഞ്ഞിട്ട് ഇറങ്ങി. ഉള്ളിലൊരു ആദ്യമായിരുന്നു അതുവരെ. അത് ഇതുവരെ അല്ല, അത് എനിക്ക് അങ്ങനെ ഒരു, ഞാൻ ഈ ഭയങ്കര ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്ന ആളല്ല. ഈ സിനിമയൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാലും പരിപാടി ഇപ്പോൾ ചില സ്റ്റേജ് ഷോസൊക്കെ കഴിയുമ്പോൾ ഉഗ്ര പരിപാടി നടന്നിട്ടാന്ന് പറഞ്ഞാലും മോശം പരിപാടിയാണെന്ന് പറഞ്ഞാലും എല്ലാം ഓക്കെ ലൈറ്റായിട്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ നമ്മളുടെ ഫ്രണ്ട്സാണ്, ഇപ്പോൾ എൻ്റെ അനിയന്മാരാണെങ്കിലും മക്കളാണെങ്കിലും ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ പോയി ഭയങ്കര അങ്ങനെ അഭിനന്ദിക്കുന്ന പരിപാടിയൊന്നുമില്ല. കൊള്ളാമെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഈ സംഭവത്തിൽ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് കാണിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണ്. അറിയാം അത് കൊള്ളാമെങ്കിൽ കൊള്ളൂല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അത് ശരിയല്ല കേട്ടോ, അത് ശരിയായിട്ടില്ല എന്ന് പറയും. അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടക്കേടുകൾ സിനിമയിൽ നിന്ന് ഒരുപാട് വാങ്ങിയിട്ടുണ്ടോ? അല്ല, അത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് അറിയാമോ, വീണ്ടും നമുക്കത് നമ്മൾ വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കും. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളുടെ നേരം മെനക്കെടുത്തിട്ട് ഇപ്പോൾ പല ദൂര സ്ഥലങ്ങളിൽ നമ്മൾ വളരെ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ഒന്ന് നേരിട്ട് കണ്ടാലാണ് പറയാൻ പറ്റുള്ളൂ, കഥ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയും മോനെ ഫോണിൽ കൂടി ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രെഡ് കേട്ടിട്ട് അവരുടെ അത്രയും യാത്ര ഒഴിവാക്കാം ഒന്നില്ല. എൻ്റെയും സമയം അപ്പോൾ മോനെ ഇത് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല നേരിട്ട് കണ്ട് അത് പറഞ്ഞാലാണ് എന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് അത്രയും ദൂരം. എന്നെ സംബന്ധിച്ച് കഷ്ടപ്പാടൊന്നുമില്ല, ഞാൻ എറണാകുളത്തുള്ള ആളല്ലേ. അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അത് ഫോണിൽ കൂടി ഒരു വരി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുന്നൊരു സാധനം ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും മോൻ എന്ത് കാര്യത്തിലാണ്, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. നമ്മൾ അതൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പറയുന്നതാണ്, നമുക്ക് അവരോടുള്ള വിഷമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അമർ അക്ബർ അന്തോണീന്റെ 2ാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ശരിക്കും ഉണ്ടോ? അത് തന്നെ ഞാൻ ചോദിക്കണത്. അല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, മാക്സിമം ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സിനിമ നന്നായിട്ട് സംഭവിക്കുകയാണെങ്കിൽ. റിസ്ക് കൂടുതലാണ്, കുറേ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താമെന്ന് പറയുന്നതിൻ്റെ വലിയ റിസ്ക് എടുപ്പുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ റൈറ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്, ഞാനും ശ്രമിക്കുന്നുണ്ട്. ആക്ടേഴ്സ് ഓൾറെഡി നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവർ ഡേറ്റ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പല ചിത്രങ്ങളും നമുക്കറിയാം, ഭയങ്കര ഹൈപ്പോടെ വന്നിട്ടുള്ള പല ചിത്രങ്ങളും അത് ഫ്ലോപ്പായി പോകും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം വരാതെ പോകുന്നത് ആ ഒരു പ്രേക്ഷകർ ഇതിനു മുന്നേ അങ്ങോട്ട് ഓൾറെഡി സിനിമ കാണുന്നതിന് മുമ്പേ അവരൊരു ഇതുണ്ടാക്കി വെക്കും, ഓക്കെ ഇന്നതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് തിരക്കഥ എഴുതേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടോ, ആവശ്യകത വരുന്നു? അത് എപ്പോഴും ഇപ്പോൾ ഏത് തരം സിനിമയാണ്, ഇപ്പോൾ ഇതൊരു തിയേറ്ററിൽ ഓടേണ്ട സിനിമയാണോ അല്ലെങ്കിൽ ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരേണ്ട സിനിമയാണോ, ഏത് തരം ആളുകളാണ് ഈ സിനിമ കാണാൻ പോകുന്നത്, അത് ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുക. കാരണം അവരെ കാണിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെ വേണം സിനിമ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ടാസ്ക് അതാണ്. ഈ കഥ ആ കഥ ഏറ്റവും നല്ല രീതിയിൽ പറയാൻ പറ്റണം. അതേസമയം അത് ആരെയാണ്, ഏത് തരം ഓഡിയൻസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ്. ഈ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ സിനിമകളെ അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ സിനിമ പരാജയപ്പെടുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? നെഗറ്റീവ് റിവ്യൂസ് കേട്ടും വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സിനിമയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി കാണും. ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ആൾ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സിനിമ കാണാൻ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്നെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് റിവ്യൂ പറയണമെന്നെങ്കിലും അറിയാൻ വേണ്ടി.
അപ്പോൾ ചിലപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂ കേട്ട് പോയേക്കുന്ന പല പടങ്ങളും എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൊള്ളാമല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പറയേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ കുറേ സാധാരണ ആൾക്കാർ അതിനായിട്ട് അടിമപ്പെട്ടിട്ട് ഈ നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ട് അയ്യോ അത് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പല അത്യാവശ്യം നമുക്ക് അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പടത്തിന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണ്, പക്ഷെ റിവ്യൂ കേട്ടിട്ട് പോകുന്നോ നല്ലതെന്ന് പറയും. അപ്പോൾ ശരിക്കും അത് ബാധിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ബാധിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ചിത്രത്തിലാണെങ്കിൽ പുതിയ നായിക റോളിലേക്കാണ് ആദ്യമായിട്ട് സൈഡ് സീനുകളൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നായിക റോളിലേക്ക് ആദ്യമായിട്ടാണ് ദേവിക വരുന്നത്. അപ്പം ദേവികയെ കുറിച്ചിട്ടുള്ളൊരു അല്ല, ഇതിപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഞാൻ പ്രകാശനിലെ ദേവിക ചെറിയ കുട്ടിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കൂടെ അഭിനയിച്ചിരിക്കുന്നത് ഫഹദിനെ പോലെയുള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുടെ കൂടെയാണ് ആ കൊച്ചു അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ടും ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ആ കുട്ടിയുടെ കഴിവാണ്. അതേപോലെ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡയറക്ടറാണ് അതിൻ്റെ ഇതിലുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയാണ് മകള്, അതിലേക്കും വിളിക്കുകയാണ് ഈ കുട്ടിയെ. അപ്പോൾ അത് തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ആണ് അതിൻ്റെ അകത്ത്. നല്ല ആക്ടർ ആയിരിക്കും, അല്ലാതെ പിന്നെ അവർ വിളിക്കില്ലല്ലോ വീണ്ടും. പിന്നെ റാഫിക്കയുടെ വൈഫാണ് എൻ്റെ വൈഫാണ് സജസ്റ്റ് ചെയ്തത്. ഞാൻ പ്രകാശനിലെ ഇങ്ങനെ നായികമാരെ നോക്കുന്ന സമയത്ത് ഞാൻ പ്രകാശനിലെ കുട്ടി നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത്. ഈ നിങ്ങളെ കൂടാതെ ഫാമിലിയും ഈ സിനിമ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ഓടണ്ടേ, പിന്നെ അവർ പ്രതീക്ഷിക്കില്ലേ. പിന്നെ അതുമല്ല നമ്മളുടെ ഏതിലും ഇപ്പം ഒരു ഫാമിലിയിൽ മൊത്തം നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ, നമ്മളെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആഗ്രഹിക്കുമല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുമല്ലോ. ഇപ്പൊ കോമഡി കുറവാണെന്ന് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകെട്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് കോമഡികളെയാണ്. അപ്പൊ കോമഡി കുറവാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു അതായത് ഇതിന്റെ കഥയാണത്. ഈ കഥ എങ്ങനെയാണോ പറയേണ്ടത്, കൊച്ചിയില് നടക്കുന്ന ഒരു കൊച്ചിയില് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഫുൾ കഥ പറയാം. ഇല്ല, കുറച്ച് പറയും. കൊച്ചിയിലെ ഒരു ഇടിവെട്ടും മഴയും ഒക്കെ ഉള്ള ഒരു ഭീകര രാത്രി. ആ രാത്രിയിൽ കൊലപാതകം, മോഷണം, പല തരത്തിലുള്ള ക്രൈമും നടന്നിരിക്കുന്നു ഒരു രാത്രിയിൽ. ഇതെല്ലാം പോലീസിനും മനസ്സിലാകാണ്, ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ശരിക്കും 3 ചെറുപ്പക്കാരാണ് ഇതിൽ ഇൻവോൾവ്. ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു ടാക്സി ഡ്രൈവർ. ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അതൊരു യങ് സൂപ്പർ സ്റ്റാർ ആണ്, സിനിമ യങ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ്. ഇദ്ദേഹവും അതിൽ കണക്റ്റഡ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ പടത്തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുള്ളി രാത്രി 1-2 പ്രൊമോഷൻ വീഡിയോ എടുക്കാനൊക്കെ ഇറങ്ങിയിട്ടാണ് ആ രാത്രി അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെ. അതിന് പരസ്പര ബന്ധമില്ലാത്ത കുറേ ആളുകളാണ്, ഇവർ തമ്മിൽ കണക്റ്റഡ് ആവുകയാണ് ഇതിലൂടെ. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ 3-4 ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ദേവികയായാലും അർജുൻ, ഷൈൻ, മുബിൻ, ഇവരെല്ലാവരും ആ സമയത്ത് ഇവർ പ്രതീക്ഷകളുള്ളതെന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ഇനി നല്ല UK പോകണം, അവിടെ പഠിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ജോലി നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, വലിയ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്കമിങ് സൂപ്പർ സ്റ്റാർ. പിന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഒരു സബ് ഇൻസ്പെക്ടറാണ്, അദ്ദേഹം ജോലിയിൽ കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, പക്ഷെ അവർ ഒരു വലിയ ക്രൈമിൽ കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ നിന്ന് എന്താണ് അവർ ചെയ്തത്? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെറുപ്പക്കാരായ കുറച്ച് ആൾക്കാർ ഇന്നത്തെ തലമുറ പെട്ടാൽ സസ്പെൻസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള തമാശകളുണ്ട്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള. അതിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മിമിക്രി ബേസ്ഡ് ആണ്. അതിന്ന് അങ്ങനെയുള്ളൊരു തമാശ ഒരിക്കലും ഇതിനകത്തില്ല. മിമിക്രി ബേസ്ഡ് ആയിട്ടുള്ള തമാശ അല്ല, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തമാശകളുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റും, അത് വളരെ അഭിമാനത്തോടു കൂടി പറയാം, കോൺഫിഡൻ്റായിട്ട് പറയാം. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമ കഴിയാണ്ട് ഒരു പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. സിനിമ അവസാനിക്കുന്നവരെ എന്തായാലും പ്രേക്ഷകൻ ഇരിക്കും. അതിന് ഡോറിലല്ലോ പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നതാണ് ഈ സിനിമയിൽ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുമല്ലോ സിനിമ അവസാനം, അതറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും പ്രേക്ഷകർ. എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള. ശരിക്കും ഈ സിനിമയുടെ ആദ്യത്തെ പേര് സംഭവം നടന്ന രാത്രിയിൽ നിന്നായിരുന്നു. അതാണ് ഈ രാത്രിയുടെ ഇത്. അപ്പോൾ നിലാവുള്ള രാത്രിയിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, നടന്ന സംഭവം ഒരു സിനിമ വരുന്നുണ്ട്.
അപ്പോൾ എല്ലാ പേരുകളും ഒരേപോലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേര് മാറ്റുകയായിരുന്നു. പേര് മാറ്റി. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നാക്കി. എന്തായാലും സിനിമ വൻ വിജയമായി തീരട്ടെ ആശംസിക്കുന്നു. താങ്ക് യു.